കല്ലിൽ എഴുതി വെച്ചത് വായിച്ച് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു. അത്ഭുതം! പണ്ഡിതനെ തൊട്ട് മുമ്പ് പഠിപ്പിച്ച കാര്യം തന്നെയാണ് കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നത്. അറിയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നില്ലേ? പിന്നെന്തിന് അറിയാത്ത കാര്യങ്ങൾ അന്വേഷിച്ചലയണം? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അധ്യാപനം അയാളുടെ ഹൃദയത്തിൽ കോറിയിട്ടു. വീണ്ടും ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞും അറിയിച്ചും അവരിരുവരും ദേശങ്ങളേറെ താണ്ടി നടന്ന് സുഫിയാനു സൗരി എന്ന മഹാപ്രഗൽഭ പണ്ഡിതന്റെ പാഠശാലയുടെ അരികിലെത്തി. പാഠശാലക്ക് സമീപത്തുകൂടെ നടന്നു പോകുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ സുഫിയാനു സൗരി തങ്ങൾ കണ്ടു. ഇബ്നു അദ്ഹം, വരൂ, സദസ്സിലിരിക്കൂ, അറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. സുഫിയാനു സൗരി അദ്ദേഹത്തെ വിജ്ഞാന സദസ്സിലേക്ക് ക്ഷണിച്ചു. മഹാനായ ഇബ്നു അദ്ഹം വിളിച്ചു പറഞ്ഞു, ഞാനില്ല ഇനി പഠിക്കാൻ. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായ വിജ്ഞാനങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്. ഇനിയും പഠിക്കുന്നതിനും 3 തടസ്സങ്ങളുണ്ട്. അക്കാര്യങ്ങൾ ചെയ്യാൻ സമയം ലഭിക്കാത്തത് കൊണ്ടാണ് വരാത്തത്. ഇത് പറഞ്ഞ് ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൂടെയുള്ള പണ്ഡിതനും നടന്നു. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. എല്ലാവരും വാ, എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? അദ്ദേഹം ശിഷ്യന്മാരെയും കൂട്ടി ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ചെന്നു. ഇബ്നു അദ്ഹം, എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? പറയൂ, ഞങ്ങൾക്ക് കൂടി പഠിക്കാമല്ലോ. സുഫിയാൻ സൗരി ഓടിച്ചെന്ന് ചോദിച്ചു. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ജീവിതം മുഴുക്കെ നന്ദി ചെയ്താലും മതിയാവില്ല. അവനോടുള്ള നന്ദി പ്രകടനമാണ് ഒന്നാമത്തെ കാര്യം. എന്നിൽ പിണഞ്ഞ ദോഷങ്ങൾക്കും മോശങ്ങൾക്കും മോചനം ചോദിക്കലാണ് രണ്ടാമത്തെ കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് മരിക്കണമല്ലോ. ആ മരണചിന്തയാണ് മൂന്നാമത്തേത്. ഈ 3നും പരിഹാരം കിട്ടാതെ ഇനിയും ഞാൻ എങ്ങനെ പഠിക്കും? ഇബ്നു അദ്ഹമിന്റെ മറുപടി കേട്ട് സുഫിയാൻ സൗരി തരിച്ചു നിന്നുപോയി. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സഹയാത്രികരും യാത്ര തുടർന്നു. ഒരു അങ്ങാടിയിലാണ് അവരെത്തിയത്. വഴിയരികിൽ മദ്യപിച്ച് ലക്കുകെട്ട് ഒരാൾ വീണ് കിടക്കുന്നുണ്ട്. വായിൽ നിന്ന് നുരയും പതയും വരുന്നു. ആരും അയാളെ ഗൗനിക്കുന്നില്ല. വായ്ക്കു ചുറ്റും ഈച്ചകൾ വട്ടമിട്ട് ഇരിക്കുന്നു. ദുർഗന്ധം കൊണ്ട് സമീപത്തേക്ക് പോകാൻ പോലും പലരും അറച്ചു നിന്നു. മറ്റു ചിലരാവട്ടെ ശാപവാക്കുകൾ പറഞ്ഞ് നടന്നു പോകുന്നു. ഈ കാഴ്ച കണ്ട് ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന് സഹതാപം തോന്നി. അദ്ദേഹം മദ്യപാനിയുടെ സമീപത്ത് ചെന്നിരുന്നു. അപ്പോഴേക്കും അറിയാവുന്ന ആരോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിഞ്ഞു. ഒരു മദ്യപാനിയുടെ സമീപത്തിരിക്കുന്നത് ഇബ്നു അദ്ഹമാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും അമ്പരന്നു. അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. കുറച്ച് വെള്ളമെടുത്ത് അയാളുടെ വായ കഴുകി വൃത്തിയാക്കി. പടച്ചവനെ, നിനക്ക് ദിക്ർ ചൊല്ലേണ്ട നാവാണല്ലോ ഇത്. ഇതും പറഞ്ഞ് മഹാൻ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. അല്പം കഴിഞ്ഞ് മദ്യപാനിക്ക് ബോധം തെളിഞ്ഞു. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യം ആരോ അയാളോട് പറഞ്ഞു. മഹാൻ എന്നെ ശപിച്ചോ? മദ്യപാനി ചോദിച്ചു. ഇല്ല, അള്ളാഹുവിന് ദിക്ർ ചൊല്ലേണ്ട നാവാണല്ലോ ഇതെന്ന് പരിഭവപ്പെട്ടു. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് അയാൾ ഓർത്തു. പടച്ചവനെ, എല്ലാവരും എന്നെ വഴിയരികിൽ ചവിട്ടി തേച്ചപ്പോഴും എൻ്റെ ദുർഗന്ധം വമിക്കുന്ന വായ കഴുകി വൃത്തിയാക്കിയ ആ മഹാൻ എത്ര സ്നേഹവത്സലനാണ്. മറ്റുള്ളവരെല്ലാം എന്നെ ശപിച്ചപ്പോൾ മഹാൻ മാത്രം എൻ്റെ നന്മയെക്കുറിച്ചാണല്ലോ ചിന്തിച്ചത്. എനിക്ക് വായും നാക്കുമൊക്കെ സൃഷ്ടിച്ച പടച്ചവൻ ഞാനിങ്ങനെ കള്ളും മോന്തി നടക്കുന്നത് എങ്ങനെ ഇഷ്ടപ്പെടും? ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വന്ന പശ്ചാത്താപവും കണ്ണുകളിൽ നിന്ന് ഉതിർന്ന ബാഷ്പകണങ്ങളും അദ്ദേഹത്തെ പളുങ്കുപോലെ പരിശുദ്ധനാക്കി. മഹാന്റെ വാക്കുകൾ അയാൾ അത്രമേൽ സ്ഫുടം ചെയ്തു കഴിഞ്ഞിരുന്നു. അന്ന് രാത്രി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു